ഇതൊരു ആചാരമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും പരിപാലിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ കൂടെയാണ്. അപ്പം അങ്ങനെ നെൽക്കതിരെടുത്ത് വീടിൻ്റെ ചുമരുകളിൽ ചാണകം ഉപയോഗിച്ച് അത് അവിടെ സ്ഥാപിക്കുന്നൊരു ചടങ്ങുണ്ടായി. പിന്നെ ഇങ്ങനെ തൂക്കിയിടുന്ന അങ്ങനെയൊക്കെ ഒരുപാട് പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ സ്ഥിരം വീടുകളിൽ കാഴ്ചയായിരുന്നു. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനൊക്കെ ഓർക്കുന്ന എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് ഞങ്ങൾക്കൊരു 6 പറക്കി നെല്ലുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഈ കാലത്ത് കൊയ്യുന്ന രംഗം ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കർക്കിടക മാസം നല്ല മഴ പെയ്യുന്ന സമയത്താണ് അന്ന് സ്ത്രീകളൊക്കെ അരയ്ക്കൊപ്പം ഏതാണ്ട് ചളിയിൽ നിന്നിട്ടാണ് അന്ന് കൊയ്തിരുന്നത്. പിന്നീട് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നെൽകൃഷി ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ എൻ്റെ പേരിൽ എഴുതി തന്നു. ഞാനതൊക്കെ വിറ്റു. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ പഴയ ഒരു ചിത്രം ഓർക്കുക. മാത്രമല്ല ഇവിടെ എല്ലാം ഇതിൻ്റെ ഒരു ആചാരമനുസരിച്ച് ഇവിടെ കൊയ്യുന്ന നെല്ലുപയോഗിച്ചാണ് ഇവിടെ നെല്ല് കുറ്റി അരിയാക്കി അമ്പലത്തിൽ പായസമൊക്കെ വയ്ക്കുന്ന ഒരു ചടങ്ങ്. ഇതൊരു ആചാരമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും പരിപാലിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ കൂടെയാണ്. എപ്പോഴും ഏത് മതത്തിൻ്റെ ആണെങ്കിലും വിശ്വാസങ്ങൾക്കും ഒക്കെ ഒരുപാട് പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊയ്ത്തുത്സവങ്ങൾ പണ്ടൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഈ കൊയ്ത്തുത്സവത്തിൻ്റെ കാലത്ത് കൊയ്തെടുക്കുന്ന കതിര് നെൽക്കതിർ വീടുകളിൽ ചുമരിൽ പതിക്കുന്നൊരു കാലമുണ്ടായി. അതായത് ചുമരിൽ ചാണകം കൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കും. അത് വീട്ടിൽ എൻ്റെ നിറവുത്തിരി ഉണ്ടാവും വീടുകളിൽ ഈ സീസണിൽ. അപ്പം അങ്ങനെ നെൽക്കതിരെടുത്ത് വീടിൻ്റെ ചുമരുകളിൽ ചാണകം ഉപയോഗിച്ച് അത് അവിടെ സ്ഥാപിക്കുന്നൊരു ചടങ്ങുണ്ടായി. പിന്നെ ഇങ്ങനെ തൂക്കിയിടുന്ന അങ്ങനെയൊക്കെ ഒരുപാട് പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ സ്ഥിരം വീടുകളിൽ കാഴ്ചയായിരുന്നു. പക്ഷേ കാലം മാറി കോലം മാറി നമ്മളെ കൃഷിയൊക്കെ നമ്മൾ വിറ്റു. ഞാനുൾപ്പെടെ പുറത്തുനിന്ന് സാധനങ്ങൾ വരുത്താൻ തുടങ്ങി. അതോടുകൂടെ മായം കലർന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ക്യാൻസർ ഒരു പ്രധാന വില്ലനായി മാറി. ക്യാൻസറിന് രണ്ടാമത്തെ വില്ലൻ കിഡ്നിയാണ്. ഇത് രണ്ടും അടിച്ചു പോകുന്നത് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ വരുത്തി കഴിച്ച അന്ന് മുതൽക്കാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകരാൻ ആരംഭിച്ചത്. അപ്പോൾ ചില നല്ല കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു പോകും. പക്ഷേ ഇനി കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തേണ്ട ഒരു സ്ഥിരീകരിച്ചിട്ട് 1 ഇഞ്ച് ഭൂമി പോലും നമുക്ക് ബാക്കിയില്ല. അപ്പോൾ ഏതായാലും ആചാരങ്ങൾ പരിപാലിക്കുക നമുക്കിത് സന്തോഷമുള്ള കാര്യമാണ്. ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹം കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ നിറകുത്തിരി ചടങ്ങുകളുടെ ഇന്നത്തെ ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം.